ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാമത്തെ അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. താലന്തുകളുടെ ഉപമ മനോഹരമായി നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ ലൂക്കാ സുവിശേഷകനും ഇതേ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സുവിശേഷ ഭാഗം 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയാണല്ലോ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരിക. യജമാനൻ ഭൃത്യന്മാരെ വിളിച്ച് അവർക്ക് 10 താലന്ത് വീതം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒന്നാമൻ വ്യാപാരം ചെയ്ത് 10 കോടി നേടുന്നു. രണ്ടാമൻ വ്യാപാരം ചെയ്ത് 5 കോടി നേടുന്നു. മൂന്നാമൻ തനിക്ക് കിട്ടിയ താലന്ത് ഒളിച്ചു വെക്കുന്നു. താലന്ത് എന്നത് ഇസ്രായേൽക്കാരുടെ ഭാഷയിൽ വലിയൊരു തുകയാണ്. സ്വർണ്ണാഭരണത്തിൻ്റെ കണക്കാണ് എങ്കിൽ, സ്വർണം കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലാണ് ഗുണിക്കുന്നതെങ്കിൽ ഒരുപാട് വലിയൊരു തുകയാണ് ഈ താലന്ത് എന്ന് ഉദ്ദേശിക്കുക. 10 താലന്ത് ഒരുവനെ യജമാനൻ ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലക്ഷത്തിനടുത്ത് തുക ഒരുവനെ ഭരമേൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ്. യജമാനൻ മടങ്ങി വരുമ്പോൾ ആ താലന്ത് കൊണ്ട് അവരെന്തു ചെയ്തു എന്നുള്ളതാണ്. ഒന്നാമൻ അതിന് വ്യാപാരം ചെയ്ത് ഇരട്ടിയാക്കി, 10നെ 10 കൊണ്ട് ഗുണിച്ചു, 10 താലന്ത് കൂടി അവൻ വർദ്ധിപ്പിച്ചു. രണ്ടാമൻ്റെ അധ്വാനം അത്രമേൽ അങ്ങോട്ട് ഭവിച്ചില്ല എങ്കിൽ കൂടി അവനും മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു. 5 താലന്ത് കൂടെ അവൻ അഡീഷണലായിട്ട് നേടി. 2 പേരെയും യജമാനൻ ഏറെ പ്രശംസിച്ചു. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായ നിന്നെ വലിയ കാര്യങ്ങൾ ഞാൻ ഭരമേൽപ്പിക്കും. 10 നഗരങ്ങളുടെ മേൽ ഒന്നാമനും 5 നഗരങ്ങളുടെ മേൽ രണ്ടാമനെയും അധികാരത്തിൽ ഇരുത്തുകയാണ് യജമാനൻ. മൂന്നാമൻ തനിക്ക് കിട്ടിയ താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടു. യജമാനൻ വന്നപ്പോൾ അവൻ ആ താലന്ത് അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തു. വയ്ക്കാത്തത് നിന്ന് എടുക്കുന്നവൻ, വിതറാത്തടുത്ത് നിന്ന് കൊയ്യുന്നവൻ, ആരോപണങ്ങൾ അവൻ ഉന്നയിച്ചു യജമാനെതിരെ. അവനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളഞ്ഞു. നിനക്ക് തന്ന പണം ഞാൻ പലിശക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ പലിശയോടുകൂടിയെങ്കിലും ആ പണം എനിക്ക് തിരികെ കിട്ടുമായിരുന്നു. നിനക്ക് ലഭിച്ച താലന്ത് നീ വ്യർത്ഥമാക്കി കളഞ്ഞു, ഉപയോഗിച്ചില്ല, വലുതാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ മൂന്നാമനെ ദൈവം ശിക്ഷിക്കുകയാണ്, യജമാനൻ ശിക്ഷിക്കുകയാണ്. അവൻ്റെ താലന്തുകൾ പ്രയോജനപ്പെടുത്താനാവാത്തതിൻ്റെ പേരിൽ അവനെ പരുഷമായി അദ്ദേഹം വേദനിപ്പിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. അവനെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുന്നു. നമുക്കറിയാം, ഈ താലന്ത് എന്ന വാക്കിൽ നിന്നാണല്ലോ ഇംഗ്ലീഷിലെ ടാലന്റ് എന്ന വാക്ക് ഉണ്ടായത്. താലന്ത് ഒരു നാണയത്തുട്ടിൻ്റെ പേരായിരുന്നുവെങ്കിൽ ടാലന്റ് മനുഷ്യൻ്റെ കഴിവുകളുടെ ഒരു പേരായിട്ട്, പര്യായമായിട്ടാണ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. കുറച്ചുകൂടെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ, തമ്പുരാൻ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ കഴിവുകൾ, എൻ്റെ സിദ്ധികൾ, എൻ്റെ സാധ്യതകൾ, അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ വിശ്വസ്തനായി മാറുക. തമ്പുരാൻ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതെല്ലാം ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുന്നവനായിട്ട് ഞാൻ മാറുക.
പഴുതുകളില്ലാതെ, കുറവുകളില്ലാതെ, കൃത്യതയോടെ എല്ലാം ചെയ്യുന്നവനായിട്ട് ഞാൻ മാറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ ചൊരിയുന്ന അനുഭവമായിട്ട് മാറും. എന്നാൽ മൂന്നാമൻ ചെയ്തത് തനിക്ക് കിട്ടിയ താലന്ത് അവൻ മണ്ണിനടിയിൽ കുഴിച്ചിട്ടു എന്നതാണ്. ദൈവം തന്നതൊക്കെ പ്രയോജനരഹിതമായിട്ട് ഉപയോഗിക്കാതെ പാഴാക്കി കളഞ്ഞു ആ മനുഷ്യൻ. ഈ വചനം നമ്മളെ പേടിപ്പിക്കേണ്ട വചനമാണ്. എന്ന് നമ്മുടെ പലരുടെയും അവസ്ഥ ഇതിനേക്കാളും ദയനീയമാണ് എന്നതാണ് കഷ്ടം. ദൈവം നമുക്ക് തന്ന താലന്തുകൾ ഉപയോഗിക്കാത്തതിൻ്റെ പേരിലാണ് മൂന്നാമനെ ശിക്ഷിച്ചത് എങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ പലരും ആ താലന്തിനെ ദുരുപയോഗിക്കുന്നവരായിട്ട് മാറുക. നെഗറ്റീവായിട്ട് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുക. നമ്മുടെ സാധ്യതകളെ നമ്മൾ ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ ഉപയോഗിച്ച് ധൂർത്തടിച്ച് നശിപ്പിച്ചു കളയും. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എത്രമേൽ ഭീകരമായിരിക്കുമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് കഴിവുകളുടെ നിറസാന്നിധ്യമായിട്ടാണ്. പാട്ടുപാടാനോ, ഡാൻസ് കളിക്കാനോ, പ്രസംഗം പറയാനോ, ഒരു കുടുംബത്തെ വിശ്വസ്തയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ നേതൃത്വം നൽകി പരിപാലിക്കാനൊക്കെയുള്ള കൃപ ദൈവം നൽകുന്നുണ്ട്. ദൈവം ദാനമായി നൽകുന്ന മക്കളെ നന്മ വഴികളിലൂടെ വഴി നടത്തി അവരെ നല്ല മക്കളായി വളർത്തിക്കൊണ്ടുവരാനൊക്കെ ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കഴിവുകൾ നമ്മൾ ദുരുപയോഗിക്കുമ്പോൾ, പൂഴ്ത്തിവെക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ, അവരെ നേർവഴിക്ക് നടത്താതെ, എൻ്റെ കടമകൾ മറന്ന് ഞാൻ ജീവിക്കുന്ന വ്യക്തിയായി മാറുന്നു എന്നതാണ് എങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ മക്കൾ അത് ദുരുപയോഗിച്ച് വഴിയാധാരമാക്കുകയാണ്. പലരുടെയും കഴിവുകൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ അത് ദുരുപയോഗിക്കപ്പെടുന്നു. നമ്മുടെ കഴിവുകളെ നെഗറ്റീവ് എനർജിയാക്കി നമ്മൾ പലരും രൂപാന്തരപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പുനഃപരിശോധിക്കാം. എന്നെ വ്യക്തിപരമായി എൻ്റെ ദൈവം ഏൽപ്പിച്ചു തന്ന കഴിവുകളും സാധ്യതകളും അതെത്രമാത്രം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ? ദുരുപയോഗിക്കുന്നവരുടെ ഗണത്തിൽ അധപ്പതിച്ചു പോയോ ഞാൻ? അതോ ദൈവം എനിക്ക് തന്നതിനെ വ്യാപാരം ചെയ്ത് ഉത്തമമായി ഉപയോഗിച്ച് നല്ല വഴിയിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നവനായിട്ട് ഞാൻ മാറുന്നുണ്ട്? നമ്മുടെ ആത്മവിചിന്തനത്തിന് ദൈവം കൃപ തരട്ടെ. അവിടുത്തെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.